ഞാനിപ്പോൾ തായ്ലൻഡിലെ ഫുക്കറ്റ് എന്ന മനോഹരമായ സ്ഥലത്താണ്. കൂട്ടുകാരൻ ഫവാസ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ തവണത്തെ ട്രിപ്പിൽ ഞങ്ങൾ സ്പോൺസർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം ചിലവിലാണ് ഞങ്ങൾ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫി ഐലൻഡിലെ ഒട്ടേറെ സിനിമകൾക്ക് പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള മായാബേ എന്ന സ്ഥലവും അല്ല ജെയിംസ് ബോണ്ടിൻ്റെ പല സിനിമകളിലുള്ള ജെയിംസ് ബോണ്ട് ഐലൻഡും ഇതൊക്കെ തന്നെ കാണാം. പക്ഷേ ഇവിടെ മലയാളികൾ അധികമൊന്നും വരാറില്ല. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ. അതേസമയം പ്രവാസികളായിട്ടുള്ള മലയാളികൾ ധാരാളം വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് അവർക്ക് കുറച്ച് റേറ്റൊക്കെ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിരവധി മലയാളികളെ ഞങ്ങളിവിടെ കണ്ടിരുന്നു. ഞാൻ ഈ യാത്രയുടെ വിവരങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പലരുടെയും മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് എന്തോ ആവാമല്ലോ, കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടല്ലോ എന്ന്. നിങ്ങളിപ്പോൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-12 വർഷമായില്ലേ. ഞാൻ കയ്യിൽ ക്യാഷ് കിട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് ഭാഗം സേവ് ചെയ്യും. അതിനുശേഷം അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് പിന്നീട് അടിച്ചു പൊളിക്കും. അങ്ങനെയാണ്. എനിക്കത്തരത്തിൽ പണ്ട് തൊട്ടേ നിക്ഷേപശീലമുണ്ട്. നമുക്ക് വരുമാനമുണ്ടെന്ന് കരുതിയിട്ട് അത് മുഴുവൻ നമ്മൾ ചിലവഴിക്കരുത്. കുറച്ചൊക്കെ ഫണ്ട് എടുത്തിട്ട് വളരെ സേഫായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എപ്പോഴും നിക്ഷേപിക്കണം. ഇപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ മാസം തോറും ഒരു ചെറിയ തുകയൊക്കെ മാർക്കറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ 2 കോടി വരെയൊക്കെ റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകൾ ഇന്ന് നിലവിലുണ്ട്. അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇട്ടാലെന്ന പോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ നൽകുന്ന പ്ലാനുകളും അതുപോലെ മാർക്കറ്റിൽ നിന്നും ഹൈ റിട്ടേൺ നൽകുന്ന പ്ലാനുകളൊക്കെ ആയിട്ട് 150-ൽ പരം പ്ലാനുകൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ പോയാൽ കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ IRDA റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളായതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണോ എന്നുള്ള ഭയവും നമുക്ക് വേണ്ട. പിന്നെ ഇവയെല്ലാം തന്നെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോങ് ടൈമിൽ നമുക്ക് നല്ലൊരു ആദായം നേടിത്തരുന്നവയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ ആഗോള ഭീമൻ എന്നൊരു ഖ്യാതി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളിപ്പോൾ ഏകദേശം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോക സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇത്തരത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നമുക്ക് ഗുണകരമായിട്ട് മാറും. ഞാനിവിടെ സൂചിപ്പിച്ച ഈ പ്ലാനുകൾക്കെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ വലിയ റിട്ടേൺ കൂടാതെ മറ്റൊരു ട്രിപ്പിൾ ബെനിഫിറ്റ് കൂടിയുണ്ട്. അതായത് നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് കമ്പനികൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവയെല്ലാം തന്നെ ടാക്സ് ബെനിഫിറ്റ് ഉള്ളവയാണ്. അതായത് നമ്മൾ മാസം തോറും അടയ്ക്കുന്ന ആ ഒരു പ്രീമിയത്തിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ വളരെ വലിയൊരു തുകയ്ക്കും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇതുകൂടാതെ ഇവയെല്ലാം തന്നെ പ്രീമിയം വേവർ എന്ന് പറയുന്ന ഫീച്ചറുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ഓരോ മാസവും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപകനെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ തുടർന്നുള്ള പ്രീമിയം എല്ലാം തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് കമ്പനി അടച്ചുകൊണ്ടിരിക്കുകയും മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുക അതിൻ്റെ നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ബെനിഫിറ്റും ഞാനിവിടെ സൂചിപ്പിച്ച ഈ പ്ലാനുകൾക്കെല്ലാം തന്നെ ഉണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച ഈ ട്രിപ്പിൾ ബെനിഫിറ്റുള്ള ഈ പ്ലാനുകളൊക്കെ തന്നെ നമ്മുടെ കുടുംബത്തിനും അതുപോലെ നമുക്കും ഒരേ സമയം ഗുണകരമാണ്. അതായത് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി സംയുക്തമായിട്ടുള്ള ഈ പ്ലാനുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്ക് ഗുണകരമാണ്. അതുപോലെയാണ് നമുക്ക് നല്ലൊരു റിട്ടേണും ഇത് നേടിത്തരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷിൻ്റെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫണ്ടുകളാണ് ഇവയെല്ലാം തന്നെ. അങ്ങ് പ്രവാസ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടുകൾ മാനേജ് ചെയ്യാനും ഇനിയിപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടായാലും അതിനനുസരിച്ചിട്ട് സ്വിച്ച് ചെയ്യാനൊക്കെ കഴിയുന്ന ഫണ്ടുകളാണ് ഇവ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്ലാനുകളിലൊക്കെ നമ്മളൊരു മാസം തോറും 18,000 രൂപയോ അല്ലെങ്കിൽ അതിലധികം എന്ന രീതിയിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 2 കോടിയൊക്കെയാണ് നമുക്കൊരു ലോങ് ടൈമിൽ റിട്ടേൺ കിട്ടുമെന്ന് കമ്പനി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.